UDF സർക്കാരിന്റെ കാലത്ത് ലഹരി കേസുകൾ പോലീസ് എത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഷൈൻ ടോം ചാക്കോ പ്രതിയായ കേസിലെ വീഴ്ചകൾ. ലഹരി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലെ ഇത്തരം വീഴ്ചകളാണ് പിന്നീട് ലഹരി വ്യാപനത്തിന് വഴി തുറന്നതെന്നാണ് വിമർശനം. പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കോടതി നടത്തിയ വിമർശനം UDFനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നു. നടനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് വിശദീകരിക്കുന്നുണ്ട്. കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്ത കൊക്കൈൻ്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിക്കാതിരുന്നത് പ്രധാനപ്പെട്ട വീഴ്ചകളിലൊന്നാണ്. കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡാണ് പിടിച്ചെടുത്തത്. ഫോറൻസിക് സയൻസ് ലാബിൽ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച് പരിശോധന നടത്തിയില്ല. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കാൻ പോലും അന്ന് റെയ്ഡ് നടത്തിയ സംഘം തയ്യാറായില്ല. പോലീസ് ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല. രഹസ്യ വിവരം ലഭിച്ചെന്ന വാദം പോലീസ് തന്നെ പിന്നീട് തള്ളിപ്പറഞ്ഞു. ഫ്ളാറ്റ് തുറന്നതാരെന്നും ആദ്യം അകത്തേക്ക് പ്രവേശിച്ചതാരെന്നും ഓർമ്മയില്ല എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ മൊഴി. പ്രതികളെ പരിശോധിച്ചത് ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിരുന്നു. സ്ത്രീകളായ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസുമല്ല. 7 ഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തതായാണ് പോലീസ് റെക്കോർഡിലുള്ളത്. എന്നാൽ ഇത് പിടിച്ചെടുത്തത് പ്രതികളിൽ നിന്നാണെന്ന് തെളിയിക്കുന്ന കാര്യത്തിൽ പോലീസ് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് കോടതി കണ്ടെത്തുന്നു. 2015 ജനുവരി 31 കേസിനാസ്പദമായ റെയ്ഡ് നടന്നത്. റെയ്ഡും തുടർ നടപടികളും എത്ര ലാഘവത്തോടെയാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്ന് കോടതി ഉത്തരവിൽ നിന്ന് വ്യക്തമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലത്തെ ഈ വീഴ്ച UDFനെ വർഷങ്ങൾക്ക് ശേഷവും വേട്ടയാടുകയാണ്. യുവനടൻ പ്രതിയായതിനെ തുടർന്ന് വിവാദമാവുകയും സമൂഹ ശ്രദ്ധ നേടുകയും ചെയ്ത ഒരു കേസിലാണ് ഇത്ര ഗുരുതരമായ വീഴ്ച എന്നതാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മാധ്യമ ശ്രദ്ധയിൽ പെടാതെ പോയ മറ്റ് ലഹരി കേസുകൾ എത്ര ലാഘവത്തോടെയാകും അന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക എന്ന ചർച്ച UDFനെ ഇപ്പോൾ അലോസരപ്പെടുത്തുന്നു. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിന് വഴി തുറന്നിട്ടതും അക്കാലത്തുണ്ടായ ഇത്തരം വീഴ്ചകളാണ് എന്നതും UDFനെ പ്രതിരോധത്തിലാക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.